وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إذ جاء ربه بقلب سليم. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ഒരു മുഅ്മിനും മുത്തഖിയും മുഹ്സിനുമായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ വർഷത്തെ വെക്കേഷൻ ക്ലാസ്സുകൾ, ആ ടൈമുകൾ കുറെ അവസാനിക്കാറായി. സാധാരണ വെക്കേഷൻ പീരീഡുകളൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ ഫാമിലി ടൂറുകളൊക്കെ അധികം ആളുകൾ പോവാറുള്ളത്. കാരണം മനസ്സിന് ശരീരത്തിന് ഒരു ആനന്ദം ഉല്ലാസവുമാണ് അതുകൊണ്ടൊക്കെ ലഭിക്കുന്നത് എന്നാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഖുർആൻ ഒരു മനോഹരമായ രംഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളേറെ കൊതിക്കുന്ന ശാശ്വതമായ സ്വർഗത്തിലേക്ക് വാപ്പയും മക്കളും പേരമക്കളും എല്ലാവരുമായി ഒന്നിച്ച് നടന്നു നീങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രമുണ്ട്. സൂറത്ത് റഅദിലെ 23, 24 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും. വാപ്പയും ഉമ്മയും മക്കളും പേരമക്കളൊക്കെ കൈകോർത്തു പിടിച്ച് സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ഇങ്ങനെ ഒന്നിച്ചു നടക്കുന്ന വേളയില് നാനാ ദിക്കുകളിൽ നിന്ന് മലക്കുകൾ അവർക്കിങ്ങനെ സ്വാഗതമോതുകയാണ്. നിങ്ങൾ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങളുടെ ആ ഫലങ്ങളുടെ അടിസ്ഥാനമായി അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്മാനമാണിത് എന്നിങ്ങനെ പറയും. പ്രിയപ്പെട്ടവരെ,
എത്ര മനോഹരമാണല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് എല്ലാവരെയും ചേർത്തി പിടിച്ചുള്ള ആ ഒരു പോകല് അല്ലേ? നമ്മളെല്ലാവർക്കും അങ്ങനെ ആഗ്രഹിക്കാത്തൊരു മനുഷ്യനുണ്ടാവില്ലല്ലോ. സ്വർഗം ലക്ഷ്യം വെക്കുന്ന ഒരു കുടുംബമാവണം നമ്മുടേത്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാവണം. ദുനിയാവിൽ നിന്ന് എന്തെല്ലാം നേടാൻ കഴിഞ്ഞാലും, നമ്മൾ എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും, ആ മേഖലയിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് മീൻസ് നമ്മുടെ കുടുംബങ്ങളോടൊന്നിച്ച് നമ്മൾ ഈ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. നമ്മൾ അതിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ മക്കളെ, കുടുംബത്തെ വലിച്ച് അടുപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ സ്വർഗത്തിന്റെ വഴിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് ഈ സമയം ഒരു ഉപ്പയെ, ഒരു ഉമ്മയെ, ഒരു പൊന്നോമന മകനെ ഓർക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്ത് ആ കഥകൾ നമ്മളിങ്ങനെ ഓർത്തെടുക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ജീവിതവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തും പാടെ ഒന്നിച്ച് ചേർക്കുമ്പോ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനമായ സന്ദേശമാണ് ഇസ്ലാമികപരമായ തർബിയത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നത്. ആ തർബിയത്ത് നിലനിർന്നാലാണ് നമുക്കിങ്ങനെ കൈകോർത്ത് പോകാൻ കഴിയുള്ളൂ. അതിന് പല ഭാഗങ്ങളുണ്ട് ഇസ്ലാമിക ശരീഅത്തിന്. അതിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ, ഒന്ന് ദഅവത്താണ്, രണ്ട് തഅലീമാണ്, മൂന്ന് തർബിയത്താണ്. ദഅവത്ത് നമ്മളെല്ലാവരും ഒന്നിച്ചു നടത്തേണ്ടതാണ്. അത് മറ്റുള്ളവരിലേക്കുള്ളതാണ്. തഅലീം എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കലാണ്. എങ്ങനെയാണ് ഈ പഠിപ്പിച്ചു കൊടുക്കല്? അത് മറ്റൊരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലാണ്. മൂന്നാമത്തേത് ഇപ്പറഞ്ഞ തർബിയത്ത് നമ്മൾ മനസ്സിലാക്കിയതിനനുസരിച്ച്, നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് സ്വയം നമ്മൾ ഉണ്ടാക്കണം. നേരെ ശ്രദ്ധിക്കണം. ദഅവത്തും തഅലീമും ഒക്കെ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷേ തർബിയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തം ഉണ്ടാക്കേണ്ടുന്ന ഒരു ശീലമാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. മറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ദീനിലെ ശരീഅത്തിലെ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മളത് ഉണ്ടാക്കണം. നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ മറ്റൊരാൾക്ക് നമ്മളിൽ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഇതിന് വലിയൊരു പ്രശ്നം എന്താ? ഈ തർബിയത്തിന്റെ ഒരു പ്രത്യേക പ്രശ്നം, സ്വന്തമായി ശീലിക്കാത്ത ഒരു കാര്യം നമ്മൾ മറന്നുപോകും. നമ്മൾ ശീലിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ നോക്കി പ്രത്യേകം നമ്മൾ ഈ മിമ്പറിൽ വെച്ചിട്ട് എത്ര പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞൊരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാർത്ഥന ഇത് നമ്മൾ പണ്ട് പറഞ്ഞതാണ്. നമ്മൾ ശീലിക്കാത്തത് കൊണ്ടെന്തായി, നമ്മൾ അത് അല്ലാതെ പതിയെ അത് നമ്മളിൽ നിന്ന് ഇല്ലാതാവും. ഇസ്ലാം പറയുന്നത് ഇസ്ലാമിക കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം ശീലിച്ച് സ്വന്തത്തിൽ ആചരിച്ചു പഠിക്കണം. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം തന്റെ മനസ്സിനെയാണ് അതിന് പാകപ്പെടുത്തിയത്. ഖുർആൻ പറയുന്നത്, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് സ്വാഫാത്തിലെ 84-ാമത്തെ ചെറിയൊരു വചനമാണ്. ഇത് റബ്ബഹു ബിഖൽബിൻ സലീം, സലീമായ ഒരു മനസ്സുമായിട്ടാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം ചെന്നത്. ആ സന്ദർഭം ഓർക്കണം. ഇതിനാണ് ആ കഥ ഇങ്ങനെ വിശദീകരിച്ചു തരിക. ഈ ഒരൊറ്റ വാക്കെടുത്ത് നോക്കി, ഖൽബുൻ സലീം. എന്താണ് സലീമായ കൽബ്? നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട ഒരു സംഗതി അതാണ്. കേടില്ലാത്ത മനസ്സ്, വൃത്തിയുള്ള മനസ്സ്, പരിക്കേൽക്കാത്ത മനസ്സ്. ഈ മനസ്സുമായാണ് നമ്മൾ അള്ളാനെ സമീപിക്കേണ്ടത്. നമ്മുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളൊക്കെ ആശങ്കപ്പെടുന്ന ഒരു സംഗതി, പറയാനൊക്കെ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്നിടത്ത്, നമ്മൾ പറഞ്ഞിടത്ത് നമ്മുടെ മനസ്സിനെ കിട്ടുന്നില്ല. മനസ്സിന് ഒരുപാട് കേടുപാടുകൾ വരുന്നു. കേടുണ്ടെങ്കിൽ ആ കൽബ് ഒരിക്കലും ആരാവൂല, സലീമാവൂലല്ല. മനസ്സിനെ നല്ലത് ശീലിപ്പിക്കണം. കേടുള്ളതിനെ നല്ലത് ശീലിപ്പിക്കാൻ, കേടുള്ള മനസ്സിനെ കൊണ്ട് നല്ലത് ശീലിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ കേട്ടിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ,
മക്കളെ പഠിപ്പിക്കുക, മക്കളെ ശീലിപ്പിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. നമ്മളെ ശീലിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളോടുള്ള ചോദ്യം മാത്രമല്ല, ശാന്തായി നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കേണ്ടതാണ്. നമ്മളെ ശീലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോ നല്ല ശീലങ്ങൾ ഇങ്ങനെ വരും. ഇസ്ലാം ആവശ്യപ്പെടുന്ന എല്ലാ തർബിയത്തുകളും ആദ്യമായി പാകപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിന്റെ അകത്തളമാണ്. അവിടെ ഈമാൻ ഉണ്ടാവണം. ഈ മനസ്സാണ് ഉയരങ്ങളിലേക്ക് എത്തുക. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഓരോ പ്രാർത്ഥനകൾ എടുത്തു നോക്കുമ്പോൾ 100ഓളം പ്രാർത്ഥനകളുണ്ട്. ഏത് പ്രാർത്ഥന എടുത്തു നോക്കിയാലും അത് ജീവിതഗന്ധിയായി, ഒരു വല്ലാത്തൊരു ടച്ച് ജീവിതമായിട്ടുണ്ടാവും. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈ ആയത്ത് നേരങ്ങൾ ശാന്തായിന്റെ കൂടെ ഇങ്ങനെ ആലോചിച്ച് വരണേ. അല്ലാഹുവേ ഹുക്മ തരണം. ഹുക്മിന്റെ അർത്ഥം പറഞ്ഞുതരാം. എന്നെ നീ നല്ല മനുഷ്യരുടെ കൂടെ ചേർക്കണം. ഹുക്മ നൽകണമേ എന്നത് തർബിയത്തിന്റെ ഭാഗമാണ്. നമ്മൾക്ക് പല കാര്യങ്ങൾ പഠിച്ച് ആർജിച്ചെടുക്കാൻ കഴിയും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഹുക്കുമായി ഇതൊന്നും നിലനിർത്താൻ കഴിയണമെന്നില്ല. മനസ്സിൽ നിന്ന് മറഞ്ഞു പോകാത്ത, മാഞ്ഞു പോവാത്ത ഇൽമായി മനസ്സിൽ നിൽക്കുന്നതാണ് ഹുക്മ എന്ന് പറഞ്ഞത്. നിങ്ങൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കി, മറക്കാത്ത ഇൽമ്, അതാണ് ഹിക്മത്ത്, ഹുക്മ എന്നൊക്കെ പറയുക. ഞാൻ നിങ്ങളൊക്കെ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ എടുക്കുക. അവിടെയൊക്കെ നമ്മൾ പഠിച്ച എത്ര കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊന്നും ഓർമ്മയുണ്ട്. ചിലതൊക്കെ നമ്മൾ ഇങ്ങനെ എപ്പോ ആലോചിക്കണമെന്നറിയാം. പണ്ട് 10ാം ക്ലാസ്സിൽ ആ ഹിന്ദിയിലെ പദ്യം പഠിച്ചൊരു എന്തിനാണ് കാണാതെ പഠിച്ചിട്ടുണ്ടാവുക. ചിലതൊക്കെ നമ്മൾ എത്ര വേഗം കൊണ്ടെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. ജീവിതവുമായി ബന്ധപ്പെട്ട ചിലതൊഴികെ ബാക്കിയെല്ലാം നമ്മൾ മറന്നു. സാധാരണ അറിവിന്റെ കാര്യം അങ്ങനെയാണ്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്, മറന്നു പോകുന്ന ഇൽമല്ല റബ്ബേ എനിക്ക് വേണ്ടത്, എന്റെ മനസ്സിൽ ആഴമായി വേരൂന്നിയ ഒരു ഇൽമ് വേണം. അതിൽ പിന്നെ സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല ആ അറിവ് നൽകുന്നത് അല്ലാഹുവാണ്. ആ അറിവ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ഖൽബ് സലീമാവും, വൃത്തിയുള്ളതാവും. റബ്ബി ഹബ്ലി ഹുക്മൻ. ഈ ഗുണം കിട്ടിയാൽ വേറെ ഒന്നുകൂടി കിട്ടോ. ഈ ഗുണം നമുക്ക് മനസ്സിൽ അറിവ് കിട്ടിയാൽ ആ അറിവ് എപ്പോഴും എന്ത് വേണം? ഈമാനുമായി ഇങ്ങനെ ഘടിപ്പിക്കണം. അല്ലാഹു, പിന്നെ ഈമാൻ, ആ ഈമാനിന്റെ കൂടെ കരുത്തുള്ള ഒരു മനസ്സ്. മൂന്നും ഇങ്ങനെ വരണം. ഈമാന് വേണം, ആദ്യം അല്ലാഹു വരണം. ആ അല്ലാഹുവിൽ കൊണ്ടുപോയി നമ്മളെ മനസ്സിനെങ്ങനെ ബന്ധിപ്പിക്കണം. ആ ബന്ധിപ്പിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് എന്താണെന്നറിയാമോ? അത് തർബിയത്തിന്റെ ഭാഗമാണ്. എങ്ങനെ മനക്കരുത്തുള്ള ഒരാളുണ്ടാവും, കരുത്തുള്ള ഒരു മനസ്സ് കിട്ടും. മനക്കരുത്ത് നമ്മൾ അതിന് പറയും, അസ്മത്ത് എന്ന് പറയും. മറ്റൊരു ഭാഗത്ത് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, നല്ല മനക്കരുത്തുള്ള ഒരാളുടെ മനക്കരുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് അയാളുടെ ഈമാനുമായിട്ടാണെന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നോക്കിയേ, ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ, അവിടെയൊക്കെ അദ്ദേഹം പിടിച്ചു നിന്നത് എന്തുകൊണ്ടാണ് അറിയാമോ? ഈമാൻ ഉണ്ടാക്കുന്ന മനക്കരുത്തിന്റെ നേട്ടം കൊണ്ടാണ്. ഏത് പ്രതിസന്ധികളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊരു പോം വഴി ഉണ്ടാക്കി തരും. പടച്ചവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരുമെന്നുള്ള ഒരു കനപ്പുള്ള ശുഭപ്രതീക്ഷ, ആ പ്രതീക്ഷയാകുന്ന ഈമാനിലൂടെയുള്ള മനക്കരുത്ത് നമ്മൾ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് പരാജയപ്പെടില്ല. നമ്മൾ ഈമാനെ ബന്ധിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ലോകത്ത് നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയാണ് ഇത്. ഇന്ന് എന്റെ റബ്ബ് ഏത് പ്രതിസന്ധികളിലാണെങ്കിലും എന്നെ എന്റെ നാഥൻ കൈവടിയില്ല. നാം പറഞ്ഞ തർബിയത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എല്ലാ പ്രയാസങ്ങൾക്കും അപ്പുറം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഒരു ആശ്വാസം, ഒരു പ്രതീക്ഷ, സമാധാനം നമുക്ക് കാണിച്ചു തരും. പ്രിയരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു. ഈ പക്ഷികള്, പറവകള്, കാക്ക, അങ്ങനത്തെ പിന്നെ പക്ഷികളുണ്ടല്ലോ, കുരുവികള്, ഇതൊക്കെ
അതിശക്തമായ കാറ്റും മഴയും ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ മരങ്ങളുടെ ഇലകൾക്ക് താഴെ പൊത്തുകളിൽ പാറമടക്കുകളിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കും. നനയാതിരിക്കാൻ അഭയം തേടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും സുരക്ഷിതമായ ഇടമായി അവർ കണ്ടെത്തുക. എന്നാൽ പക്ഷികളുടെ കൂട്ടത്തിൽ ഒരു കേമനുണ്ട്. അവൻ എന്ത് ചെയ്യാന്നറിയോ? മരപ്പൊത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും പാറകളിൽ അവിടെ ഒന്നും അല്ല ചെന്നിരിക്കുക. അവൻ ചെയ്യുന്നത് മഴയും കാറും കൂടുമ്പോ ഈ പരുന്തെന്ന് പറയുന്നവൻ കാർമേഘങ്ങളുടെ മുകളിലേക്ക് മഴയില്ലാത്ത ഭാഗത്തേക്ക് അത് ഉയർന്ന് കയറും. എന്നിട്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കും. ഇത് ഈ പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നൊരു ഉദാഹരണമാണ്. നമ്മുടെ മുമ്പിൽ എത്രയെത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാറും കോളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈമാൻ കൊണ്ട് അതിന്റെ മുകളിലേക്ക് പറന്നുയരാൻ നമുക്ക് സാധിക്കുമോ? അതിനുള്ള ഒരു മനക്കരുത്ത് നമുക്കുണ്ടാകാൻ കഴിയോ? അങ്ങനെ ഒരു പ്രതലം ഈ ലോകത്തുണ്ട്, നമ്മുടെ ഈമാനിനുണ്ട്. ആ ഈമാനിനെ അനുഭവിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് നമ്മളിങ്ങനെ, ഞാനിത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ മനസ്സിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഈ അള്ളാഹു, ഈമാൻ, പിന്നെ കിട്ടുന്ന ഈ മനക്കരുത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ? ആ തലത്തിലേക്ക് എത്താൻ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്യത അറിയാമോ? ഖൽബുൻ സലീം എന്ന വാക്ക് അവിടേക്കാണ് വരുന്നത്. വൃത്തിയുള്ള കേടില്ലാത്ത മനസ്സ്. അതിനെന്ത് വേണമെന്നറിയോ സഹോദരങ്ങളെ? നമ്മുടെ മനസ്സും മസ്തിഷ്കവും പടച്ചവൻ ഈ കോലത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി അവിടേക്ക് എന്ത് വേണം? പടച്ചവൻ അവിടെ ആവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാന പണി, അവിടേക്ക് നമ്മുടെ വകയായിട്ട് അനാവശ്യമായി ഒന്നിനെ കൊണ്ടുവരരുത്. എങ്ങനെ കൊണ്ടുവരരുത്? പക, പ്രതികാരവാഞ്ച, വൈരം, ഇങ്ങനെയെല്ലാം പല അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കുടുംബങ്ങളിലുള്ള ആളുകളെയൊക്കെ ഈ ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാല് ഖൽബുൻ സലീം എന്ന തേട്ടം നമുക്ക് കിട്ടൂല. നമ്മുടെ മനസ്സാകെ അസ്വസ്ഥമായി പോകും. ഇത് വന്നാൽ മനസ്സിന് പരിക്കേൽക്കും. അതുകൊണ്ടാണ് മനസ്സ് ഖൽബുൻ സലീം എന്നതാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി വളരെ പ്രധാനമല്ലേ? ആലോചിച്ചു, ഈ ബിസിനസ്സുകാര്, വലിയ വലിയ കച്ചവടക്കാര്, വാണിജ്യ മേഖലയിലുള്ള ആളുകളൊക്കെ ധാരാളം പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. അതെല്ലാം അവരുടെ ഈ മാർക്കറ്റിംഗ് നയതന്ത്രങ്ങളുടെ ഭാഗങ്ങളായിരിക്കും. എന്നാൽ ഒരു പരസ്യവും നൽകാതെ നന്നായി കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ വ്യവസായ രംഗം പറയാതെ പറയുന്നൊരു രഹസ്യം, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ വലിയ പരസ്യങ്ങളൊന്നും വേണ്ട, ആളുകൾ നിങ്ങളെ അന്വേഷിച്ചു വരും. നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഖൽബുൻ സലീമാണ്. നമ്മുടെ ജീവിതത്തിൽ വേറൊരു പരസ്യവും വേണ്ട. ഖൽബുൻ സലീം ഉണ്ടെങ്കിൽ, അഥവാ ഈമാൻ ഉണ്ടെങ്കിൽ, ആളുകൾ നമ്മെ വിലയിരുത്തും. നമ്മൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ശാന്തി ആരോടും പറയാതെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇബ്രാഹിം അലൈഹിസ്സലാം വളർത്തിയെടുത്ത തർബിയത്തിന്റെ ഗുണം അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഗുണം അതാണ്. നീ ആ ജീവിതത്തെ മുഴുവൻ നിങ്ങൾ ചേർത്ത് വായിച്ചോളൂ. നമ്മുടെ ജീവിതത്തെയും ചേർത്ത് വെക്കണം. കഥകൾ അതിനാണ് ഞാനത് പറയുന്നത്. കഥ പറയാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ല. ഖുർആൻ കഥകൾ പറഞ്ഞു തരുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം എല്ലാതരം പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടും പ്രിയരെ തളരാതെ പോയത് ഈ സംഗതി കൊണ്ടല്ലേ? ആ ഖൽബുൻ സലീം നമുക്ക് കിട്ടണം. അത് നമുക്ക് കിട്ടുന്നത് പോലെ, നമുക്ക് ലഭിച്ചതുപോലെ നമ്മുടെ തലമുറകളിലേക്ക് ഇത് നൽകാനും നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിന്റെ വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയണം. മക്കളെ ആ കൈ പിടിക്കുന്നതിൽ നിന്ന് അകലുകയേ ചെയ്യരുത്. മക്കളാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഏതാളുടെ പ്രതീക്ഷയും ആരാണ്? മക്കൾ തന്നെയല്ലേ. മക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് 3 വാക്കാ. ഒന്ന്, അവര് ഹിബയാണ്, ഹിബത്ത്. 2, ആ മക്കൾ സീനത്താണ്. 3, ആ മക്കൾ ഫിത്നയാണ്. വിശദീകരിക്കല്ല, അല്ലാഹ് തന്ന സമ്മാനമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും. അവൻ സമ്മാനമായി പെൺമക്കളെ നൽകും.
ചിലർക്ക് അല്ലാഹു ഇടകലർത്തി കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. യഹിബു ഹിബത്ത്, അല്ലാഹുവിന്റെ സമ്മാനമാണിത്. സമ്മാനം ആർക്കാ തരിക? ആർക്കാ സമ്മാനം കൊടുക്കുക? നമ്മള് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാനമാണത് അല്ലേ? ആ സമ്മാനം കിട്ടുമ്പോ എങ്ങനെയാണ്? അത് സീനത്താണ്. ഞാനത് ബയാൻ ചെയ്യുന്നില്ല. ഒരൊപ്പം അതെന്ത് കൂടിയാണെന്നറിയാമോ? അതൊരു പരീക്ഷണം കൂടിയാണ്. ഇബ്രാഹിം ജീവിതത്തിലെ മക്കളൊന്നിച്ചുള്ള അനുഭൂതിയുടെ ഒരുപാട് ഏടുകളുണ്ട്. ഓക്കെ, ഇബ്രാഹിം അലൈഹിസ്സലാമയും മകനും ഞാനും നിങ്ങളൊക്കെ വാപ്പാരാണല്ലോ. അവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. സംസം കിണറിന്റെ അടുത്ത് പഴയകാല ചരിത്രത്തിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, നല്ല തണലുള്ള മരം. ആ മരച്ചുവട്ടിൽ മക്കളോടൊന്നിച്ച് വിശ്രമിച്ച് അമ്പുണ്ടാക്കുകയാണ് കഥയിൽ അങ്ങനെ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം. കാരണം അവർക്ക് വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി അമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു നിർദ്ദേശം മകനെ വിളിച്ചു പറയാം. ഇസ്മായിൽ, മോനെ, ഉപ്പനോട് അള്ളാഹു ഒരു കൽപ്പന തന്നിട്ടുണ്ടടാ. കൽപ്പന എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് മകൻ അങ്ങോട്ട് ആദ്യം പറയണ എങ്ങനെ അറിയാം? ഈ വളർത്തു ഗുണം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഗതിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ല സത്യത്തിൽ വളർത്തുന്നത്. ആ വളർത്തുന്നത് ആരാണ്? അവരുടെ ഉമ്മ ഹാജറ ബീവിയാണ്. ആ വല്ലാത്തൊരു ഗുണമാണ്. അതും കൂടി നമ്മൾ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ആലോചിച്ചോണ്ടിട്ടാ. അങ്ങനെ പിന്നെ എന്ത് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് മോൻ പറഞ്ഞത് ഉപ്പ, നിങ്ങളോട് എന്താ അള്ളാഹ് കൽപ്പിച്ചെങ്കില് ഉപ്പ അത് ചെയ്തോളേ. അപ്പൊ ഉപ്പാന്റെ കുട്ടി എന്നെ സഹായിക്കൂടാ. എവിടെന്ന്? ഈ കഅബാലയം പടുത്തുയർത്താനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഉപ്പാന്റെ കുട്ടി എന്നെ സഹായിക്കോ? ഉപ്പ, ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. അപ്പോഴാണ് കഅബ പുനർനിർമ്മാണത്തിനുള്ള കൽപ്പന വന്ന് രണ്ടുപേരും ഓരോ കല്ലുകൾ എടുത്ത് നടക്കുന്ന വേളയിൽ പറയുന്ന വാക്കെന്നറിയാമോ? പറയുന്നത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പടച്ചോനെ, ഓരോ പണി ചെയ്യുമ്പോഴും ബാപ്പിയും മോനും അങ്ങനെ പറയും. ഇപ്പൊ പറഞ്ഞു കൊടുക്കും, തഖബ്ബൽ മിന്നാ, അങ്ങനെ പറയണം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. എന്തൊരു സന്തോഷായിരിക്കും. വാപ്പയും ആ ഉമ്മയും ഈ മകനും ആ കുടുംബത്തിനല്ലേ ശരിക്കെന്ന് പറയാ ബർക്കത്തുള്ള കുടുംബം എന്ന് പറയാ. ആണ് കമാ ബാറക്കത്ത എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം. പടച്ചോനെ, എനിക്ക് ഒരു നല്ല സ്വാലിഹിനെ തരണം. കുട്ടിനെ കൊണ്ടാന്നല്ല പറഞ്ഞത്, ഒരു സ്വാലിഹിനെ തരണം. ഞാനിത് പറയുമ്പോ രക്ഷിതാക്കളായ നമ്മൾ കൂടെ നമ്മുടെ മനസ്സിലേക്ക് ചേർത്തി വെക്കേണ്ട ചില ചിന്തകളുണ്ട്. പടച്ചോനെ, എന്റെ കുട്ടിയെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുവന്ന് റബ്ബനാ തഖബ്ബൽ മിന്നാ, അങ്ങനെ പറയണ മോനെ എന്ന് പറയാനുള്ള എത്ര അവസരം വാപ്പാരായ ഉമ്മാരായ നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പടച്ചോനെ, എനിക്ക് നീ ഒരു സ്വാലിഹിനെ തരണം കേട്ടോ. ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം, ഒരു ഹലീമായ കുട്ടിയെ അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തുനാണ്. ഈ ഹലീമായ കുട്ടി, ഹലീം ഭാഷാ പണ്ഡിതന്മാര് ഉലമാക്കള് അതിന് രണ്ടർത്ഥമാണ് കൊടുക്കുന്നത്. മക്കൾ ആരാകണം എന്നതിന് കൊടുക്കുന്ന വാക്കാണ് രണ്ടർത്ഥം. ഒരു ഹെൽമ് എന്ന അറബിയിൽ പറഞ്ഞാൽ നല്ല ക്ഷമിക്കുന്ന കുട്ടി എന്നാണ്. രണ്ട്, വിവേകമുള്ളത് എന്നാണ്. ഹെൽമിന് അർത്ഥമുണ്ട് നല്ല ക്ഷമിക്കുന്നത്, അങ്ങേയറ്റത്തെ വിവേകമുള്ളത്. അതാണ് ഹലീം. നിങ്ങൾ പുതിയ തലമുറയെ ഒന്ന് ശരിക്കൊന്ന് പഠിച്ചു നോക്കിയേ. നമ്മുടെ മക്കൾക്ക് കൈമോശം വന്നുപോയത് എന്താണ് എന്ന് ശരിക്കും ആലോചിച്ചു നോക്കും. നമ്മൾ ഇതിലേക്ക് പഠിക്കണം. നമ്മൾ പിന്നെ വല്ലാത്ത ടെൻഷൻ അടിക്കേണ്ടത് സത്യത്തിൽ ഈ മേഖലയിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. പുതിയ തലമുറ വളരുന്നതിൽ എത്രത്തോളം മക്കളുണ്ടല്ല, 40% കുട്ടികൾ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് തന്നെ അവർ മാനസികമായ വിഭ്രാന്തിയുള്ള കുട്ടികളാണെന്ന്. അവർ മാനസികമായി വിഭ്രാന്തിയിലാണ്. പുതിയ തലമുറയിൽ ശരിക്കും പഠനം നടത്തുന്നതെന്നറിയാമോ? ഇവർക്ക് കൺഫ്യൂഷനാണ്. എങ്ങനത്തെ? അവരെ ജെൻഡറൽ ടെൻഷൻ ഉണ്ടെന്നാണ്. ആ പറയുന്ന വാക്കെന്നറിയാം, ഞാൻ ആണാണോ പെണ്ണാണോ? പഠനങ്ങൾ അങ്ങനെ വരുന്നത്. കാരണം ഈ ചില കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാം? തമാശയുള്ളത്, ഒരു ഇതിനു വേണ്ടി പറയുന്നതല്ല, ശരിക്കുള്ള പഠനങ്ങളാണ്. എനിക്ക് പിങ്ക് കളർ ഇഷ്ടമാണ്,
ഈ പിങ്ക് കളർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇന്ന സ്വഭാവമുള്ളവളാണ്. അപ്പൊ ഞാൻ പെൺകുട്ടിയാണോ? ചിന്തിച്ചു നോക്കുന്ന ഒരു തലമുറ ഉണ്ട് എന്നാണ്. പഴയ തലമുറയിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൊണ്ട് ഒരൊറ്റ മനുഷ്യനും ഞാൻ ആണാണെങ്കിൽ ആണ് തന്നെ ഒരു സംശയോടെ ഉണ്ടാവില്ല. തലമുറകൾ മാറി മാറി വരുമ്പോ അതിൽ ഈ കാലഘട്ടത്തിലെ പിന്നെ ഈ സീരിയലുകൾക്ക് അതേപോലെ തന്നെ സിനിമകൾക്ക് ഒരുപാട് ദുസ്വാധീനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് കൂടെ പഠനങ്ങൾ തരുന്നുണ്ട്. ക്ഷമാലുവായ കുട്ടി, ഒന്നിനും ക്ഷമയില്ലാത്ത മക്കൾ. ഇപ്പൊ 10 വയസ്സായ ഒരു കുട്ടിന്റെ അടുത്തുനിന്ന് ഉമ്മാന്റെ കുട്ടി ഞാൻ കുറച്ചേരം ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചാന്ന് വാങ്ങി വെച്ചതിന്റെ പേരിലാണ് ആ ചെറിയ കുട്ടി ടെറസിന്റെ മോളിൽ കയറിയിട്ട് ഞാൻ ഇപ്പം ചാടും എന്ന് പറയണത്. ഭയങ്കര ക്ഷമയല്ലേ? ഉപ്പില്ല, അല്ലെങ്കിൽ പഞ്ചസാരല്ല, മധുരല്ല എന്ന് പറയുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഒരു തലമുറ വളർന്നു വരുന്നു എങ്കിൽ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ്. കാരണം വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ മക്കളിൽ നിന്ന് വരുന്നത്. സത്യത്തിൽ നമുക്ക് ഈ 5 വക്ത് നിസ്കാരം തന്നിടത്ത് ചില മാനസിക വിശകലനങ്ങൾ കൂടി അതിന്റെ വിശാരദന്മാര് വരുന്നുണ്ട്. വിശ്രമമാണ് ശരിക്കത്. നിരന്തരം വിശ്രമമില്ലാതെ കാണുക, വിശ്രമമില്ലാതെ കേൾക്കുക. ഇപ്പൊ ഈ പള്ളിയിൽ നിങ്ങൾ നോക്കുന്നുണ്ടാവും, മൊബൈൽ കളിക്കുന്ന കുട്ടികളുണ്ടാവും. ചില പള്ളികളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ, ചില പള്ളിയുടെ തട്ടുപുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചകൾ ചെന്ന് നോക്കുന്നുണ്ട്. ചില പള്ളികൾ ചെന്ന് പെട്ടാൽ അവിടെ കല്ല് കളിക്കണ, തമാശ പറയണ, അതിന് പോലും വിശ്രമമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ? വിശ്രമമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് മാനസിക രോഗികളുടെ എണ്ണം കൂട്ടുന്ന. ഞാൻ ആ പഠനങ്ങളിലേക്ക് പോകുമല്ല, ഞാൻ സൂചിപ്പിച്ചത് പ്രിയരെ, ഹലീമായ കുട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾക്ക് തർബീയത്തിന്റെ കുറവുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടികളെല്ലാം നല്ലവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും പ്രധാനമാണ്. അവരുടെ സ്വഭാവങ്ങളോ നടത്തിരിപ്പുകളോ എന്തോ എങ്ങനെ ആവട്ടെ, നമുക്ക് നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവരാണ്. ആ മക്കളെ ഒരു സന്ദർഭങ്ങളിൽ പോലും നമ്മൾ അകറ്റി നിർത്താൻ പാടില്ല. അതൊക്കെ 2 അനുഭവങ്ങൾ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ അനുഭവം. യാക്കൂബ് നബി അലൈഹിസ്സലാം 10 മക്കൾ ഒരു ഉമ്മയിൽ നിന്ന്, 2 മക്കൾ വേറൊരു ഉമ്മയിൽ നിന്ന്, ഈ 10 മക്കളും കൂടി ഒരു ഉമ്മയിലെ 10 കുട്ടികളും പാടെ കൂടി ആലോചിച്ചിട്ടാണ് യൂസഫ് എന്ന കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്? കിണറ്റിലിടുന്നത്. വാപ്പക്കറിയില്ലേ അത്? ബിൻയാമീൻ എന്ന കുട്ടി. ഈ കഥ സൂറത്ത് യൂസഫ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ അതിന്റെ ബയാൻ തരികയല്ല, നമ്മൾ അവിടെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാന്നറിയോ, ഈ മക്കൾ ചെയ്ത തെറ്റുകളെ സംബന്ധിച്ച് ഫസബറുൻ ജമീൽ, ആ ഉപ്പ പറഞ്ഞ വാക്കെന്തറിയാമോ? ഫസബറുൻ ജമീൽ, ക്ഷമിക്കന്നെ, മക്കളെ കൈവിട്ടില്ല. ആ ഉപ്പ ചേർത്ത് പിടിക്കുകയാണ്. 2ാമത്തെ മകനും നഷ്ടപ്പെട്ടു പോയപ്പോ സൂറത്ത് യൂസഫിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഖാല ഇന്നമാ അശ്കു ബസി വഹുസ്നി ഇലല്ലാഹ്, എന്റെ റബ്ബിലേക്ക് എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. മക്കളെ കൈവിടാതെ, മക്കളേതായാലും ശരിയല്ലെന്ന് ഉപ്പാക്ക് ബോധ്യമുണ്ട്. മക്കളുടെ ആ 10 മക്കളെയും ചേർത്ത് വെച്ച് കൊണ്ടു നടത്തിയപ്പോ അവസാനം കൺകുളിർമയോടുകൂടി മരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കള്, ഞാനും മക്കളാണ്, നിങ്ങളും മക്കളല്ലേ, ഞമ്മക്കും മക്കളുണ്ട്. തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പാടില്ല. മറിച്ച് പരമാവധി ഉപദേശങ്ങൾ നസീഹത്ത് കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവരെ സ്വീകരിക്കാൻ പുറത്തൊരുപാട് പേരുണ്ട്. ഇതാണ് വലിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ അത് മഹലിന്റെ കൂടെ ബാധ്യതയാണ്, പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. പ്രിയപ്പെട്ടവരെ, കൂടുതൽ വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വാപ്പയുടെ മനസ്സ് വല്ലാത്തതാണ്. ലോകത്തൊരു വലിയ പരീക്ഷണം ഒരു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്ത പരീക്ഷണമല്ലേ നൂഹ് നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു കൊടുത്തത്. ആദ്യത്തെ മുർസൽ അവരല്ലേ. വെള്ളം ഉയർന്നിങ്ങനെ പൊങ്ങാണ്, മകൻ ആ വെള്ളത്തിൽ കിടന്നിങ്ങനെ മറിയുകയാണ്. ഇപ്പൊ വിളിച്ചു പറഞ്ഞല്ലോ, സൂറത്ത് ഹൂദിലെ സൂറത്ത് ഹൂദ് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. വെള്ളം ഉയർന്ന് കപ്പലിൽ ഇവര് നിൽക്കുന്ന വേളയിൽ, ആ മകൻ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ ഉപ്പ വിളിക്കുകയാണ്, മോനെ ഇർകബ് മഅനാ വലാ തകുൻ മിനൽ കാഫിരീൻ. ഉപ്പയുടെ മോനെ, ഉപ്പാന്റെ കൂടെ വാടാ, നീ കാഫിറുകളിൽ പെടരുതടാ. ആരാ കാഫിറാണെന്ന് ഉപ്പക്ക് അറിയാലോ. ഇത് കഴിഞ്ഞ് വെള്ളം, ഈ കപ്പൽ ചൂതി മലയിൽ അടിഞ്ഞ് വെള്ളം താഴ്ന്ന് എല്ലാം അവസാനിച്ച വേളയില് അള്ളാഹുവോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ച 1-ാമത്തെ ചോദ്യം അറിയാമോ?
അല്ലാഹുവേ റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, എന്റെ കുട്ടി എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ. വഇന്ന വഅദകൽ ഹഖ്, നിന്റെ വഅദ ഹഖല്ല റബ്ബേ. എന്താണ് റബ്ബേ, എന്റെ കുട്ടി അങ്ങനെ പോയോ? സങ്കടത്തോടുകൂടെ സ്വന്തം മകൻ കണ്ണിന്റെ മുമ്പിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുന്നത് സഹിക്കാന്ന് പറഞ്ഞത് അങ്ങേ അറ്റത്തെ പ്രയാസ, ആ വേദനയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ച പാടെ അള്ളാഹു തിരുത്തി കൊടുത്തു. നീ അവൻ നമ്മളുടെ ഈ അഹ്ലിൽ പെട്ടതല്ല, അവൻ ഗൈറു സാലിഹാണെന്ന് പറഞ്ഞു. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം തിരുത്തി, പടച്ചോൻ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചെന്തറിയാമോ, പരമാവധി ചേർത്തി പിടിക്കാൻ നമുക്ക് സാധിക്കണം. മക്കൾ കൈവിട്ടു പോവാൻ പാടില്ല. സ്വർഗത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പാഠം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെന്നുണ്ടെങ്കിലും മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും കിട്ടുന്ന ഒരു സ്വസ്ഥതയുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ആനന്ദമാണ്, അനുഭൂതിയാണ്. ഒരു ഉപ്പ എന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ നമ്മുടെ ഒന്നാമത്തെ ബാധ്യത അതിന് മുമ്പിൽ നിൽക്കാൻ നമുക്കൊരു യോഗ്യത വേണം. ആ യോഗ്യത ഏതാണ്? ഖൽബുൻ സലീം ഉണ്ടാവുക. ഖൽബുൻ സലീം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പരാജയമല്ല, അള്ളാഹു നമുക്ക് അതിന്റെ വിജയം തരും. ഖൽബുൻ സലീം നമുക്ക് എത്ര ഉണ്ട്, ഇത് വലിയ പ്രധാനമാണ്. 40 വയസ്സെത്തിയ ഒരാള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി സൂറത്ത് അഹ്കാഫിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്തറിയാമോ? പടച്ചോനെ ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അങ്ങനെ നിന്റെ മക്കളെ നേരാക്കണമെന്ന് പറഞ്ഞ ഉടനെ പറയുന്നത്, ഞാൻ തൗബ ചെയ്തു ട്ടോ, എന്നെ നീ ഇനി മുസ്ലിമീങ്ങൾ ഉൾപ്പെടുത്തണം. അതുകൊണ്ട് മുരടിനെ ബാധിച്ച ഒരു രോഗമുണ്ടെങ്കിൽ അതിന് ഇലയിൽ മരുന്നടിച്ചിട്ട് കാര്യമല്ല. അല്ല, അങ്ങനല്ലേ? അതിന് ഇലയിൽ മരുന്നടിച്ച കാര്യം ഉണ്ടല്ല. സ്വയം നന്നാവുക, നല്ല മനക്കരുത്തുള്ള അള്ളാഹുവിന്റെ ദാസന്മാരാവുക. ആ മനക്കരുത്തിന്റെ വഴിയിലൂടെ മക്കളെ, കുടുംബത്തെ ചേർത്ത് നിർത്തുക. അങ്ങനെ ബർക്കത്തുള്ള കുടുംബമാവാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ ദുനിയാവിൽ ഒരുമിപ്പിച്ചതുപോലെ പരലോകത്തും നമ്മളെ കൂട്ടിച്ചേർത്ത് സന്തോഷത്തോടുകൂടെ മലക്കുകളുടെ ആശീർവാദങ്ങൾ കിട്ടി സ്വർഗത്തിലേക്ക് ഒന്നിച്ച് നീങ്ങുന്ന കുടുംബങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ദുൽഖഅദ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ്. ഇൻഷാ അല്ലാഹ് 2-3 ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് അടുത്ത ദുൽഹിജ്ജ മാസം പറക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ നോക്കുക. അങ്ങനെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ ആശിർ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഞാൻ അടുത്ത ദിവസങ്ങൾ കുറച്ചുകൂടി ബയാൻ ചെയ്ത് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഏറ്റവും മഹത്തായ ദിവസങ്ങളായി ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങളെ ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഫളില് പറയുന്നത് ഒരുപാട് വിശദമാക്കി പറഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങൾ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ദിക്റുകൾ വർദ്ധിപ്പിക്കണം, നമസ്കാരങ്ങൾ ഒന്നുകൂടി നന്നാക്കണം, സുന്നത്ത് നോമ്പുകള്, സ്വതക്കകള്, അങ്ങനെ ഖുർആൻ പാരായണങ്ങൾ നന്നായി നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഞാനിത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഖൽബുൽ സലീം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബം, നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളാണ് വരുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റഡി ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടണം. നമ്മൾക്ക് ഈ ഉലഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകള്, അറബ് ഉദ്ദേശിക്കുന്ന ആളുകള്
ഈ ദിവസം എത്തിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യരുത്, അവരുടെ മുടിയും നഖവും ഒന്നും നീക്കാൻ പാടുള്ളത് മഹത്തായ സുന്നത്താണ്. അപ്പോ അതിന്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അതിനെല്ലാം ഒന്ന് ഒരുങ്ങി തയ്യാറായി നിൽക്കുക. അത് ദിവസങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ദിവസങ്ങളിൽ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക. എന്ത് കിട്ടാൻ? നമ്മുടെ ഉപ്പയെ പോലെ നല്ല ഒരു മനസ്സ് കിട്ടാൻ, പരാജയമേശാത്ത ഒരു മനസ്സ് കിട്ടാൻ നമ്മൾ തേടുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന പടച്ചവൻ നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. ഈ ജീവിക്കുന്ന കാലം അത്രയും ഈമാനുള്ള മനക്കരുത്തുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് സന്തോഷകരമായ ജീവിതാനുഭവങ്ങൾ രണ്ട് ലോകത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കൈ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടുകൂടെ മാതാപിതാക്കളും മക്കളും ഇണകളും ഒന്നിച്ച് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന നല്ല കുടുംബങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് പടച്ചവൻ നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിത വഴികളിൽ, നമ്മളുടെ ഉപജീവനങ്ങളിൽ, നമ്മുടെ ജോലികളിലെല്ലാം അല്ലാഹു ബർക്കത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് റിസ്കിന്റെ വഴി അല്ലാഹു ബർക്കത്തുള്ളതാക്കി, എളുപ്പമുള്ളതാക്കി അല്ലാഹു കൊടുക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പടച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله.